നമസ്കാരം. കോതമംഗലം പുന്നേക്കാട് ജനവാസ മേഖലയിൽ തമ്പടിച്ച കാട്ടാനകളെ തുരത്തുന്നതിനുള്ള ജനകീയ സമ്മതി നീക്കം വിജയം കണ്ടതായി സൂചന. ആശ്വാസത്തിന്റെ നിറവിൽ ഗ്രാമവാസികൾ. മേഖലയിലേക്ക് പ്രധാന പാത വഴി ആനകൾ എത്തിയത് നാട്ടുകാരെ വല്ലാതെ ഭീതിപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്ന് വനം വകുപ്പിനെതിരെ ജനരോക്ഷവും ശക്തമായിരുന്നു. കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും നാട്ടുകാർക്കൊപ്പം പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ നാട്ടുകാരും പഞ്ചായത്തും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമെല്ലാം ഉൾപ്പെടുന്ന ജനകീയ സമിതി രൂപീകരിച്ച് ജനവാസ മേഖലയിൽ തമ്പടിച്ചിരുന്ന ആനകളെ തുരത്താനും തീരുമാനിച്ചിരുന്നു. സമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം 25-ന് വനമേഖലയിൽ നിന്നും ആനകളെ കാട് കയറ്റാൻ ശ്രമം നടത്തിയിരുന്നു. തിരച്ചിലിൽ വനമേഖലയിൽ കണ്ടെത്തിയ ഒരു ആനയെ ഓടിച്ച് ഉൾവനത്തിൽ കയറ്റിയ ശേഷമാണ് ജാഗ്രതാ സമിതി പ്രവർത്തകർ കാടിറങ്ങിയത്. ഇതിനുശേഷം മേഖലയിൽ ആന എത്തിയിട്ടില്ല എന്നാണ് വനം വകുപ്പ് അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇത് പ്രദേശവാസികളിൽ വലിയൊരളവിൽ ആശ്വാസം പകർന്നിട്ടുണ്ട്. പ്രദേശത്തെ ജനവാസ മേഖലയിൽ ആന എത്തിക്കഴിഞ്ഞാൽ ഓടിച്ച് കാട്ടിൽ കയറ്റുക എന്നത് ഏറെ ദുഷ്കരമാണ്. അത്ര കണ്ട് ജനസാന്ദ്രമാണ് പ്രദേശം. ആന എത്തിയ സാഹചര്യത്തിൽ മേഖലയിൽ നാട്ടുകാർ ജാഗ്രത തുടരണമെന്ന് വനം വകുപ്പ് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അടുത്തിടെ തുടർച്ചയായ ദിവസങ്ങളിൽ വനമേഖലയിൽ നിന്നും ആനകൾ ഇവിടെ ജനവാസ മേഖലയിലേക്ക് എത്തിയിരുന്നു. പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ കോതമംഗലത്ത് നിന്നും ഏകദേശം 8 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് പുന്നേക്കാട്. M4 മലയാളം, കോതമംഗലം.